ഹലോ ഗെയ്സ്, നമുക്ക് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ കൊടുങ്ങല്ലൂർ കോട്ടപ്പുറം എന്ന് പറയുന്ന കോട്ടപ്പുറം കോട്ടയെന്ന് കാണാട്ടാ. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. ഇതിനെ മുജിരീസ് പട്ടണം എന്നൊക്കെയാണ് ഇതിനെ പറയപ്പെടുന്നത്. ഈ കോട്ടപ്പുറം കോട്ട നമുക്ക് ഇപ്പുറത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നിട്ടാണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്യണത്. പുഴയുടെ ഇപ്പുറത്ത് നിന്നാണ് ഷൂട്ട് ചെയ്യണത്. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് കോട്ട. അപ്പോൾ കോട്ടയുടെ ഇങ്ങോട്ട് തിരിഞ്ഞു വരുന്ന ഒരു വലിയൊരു പാലം കാണാം. ഈ പാലത്തിൻ്റെ പേര് തിരുത്തിപ്പുറം പാലം എന്നാണ്. ഇപ്പോൾ നമ്മൾ തിരിച്ച് അങ്ങോട്ട് തന്നെ സഞ്ചരിക്കുക. അപ്പോൾ ഇവിടെ ഇതാണ് ആ വലിയൊരു മരം നിൽക്കുന്നുണ്ടല്ലേ എൻഡിൽ, ആ ഹൈറ്റ് കൂടിയ മരം, അതാണ് കോട്ടപ്പുറം കോട്ടയുടെ ഭാഗം. ഇപ്പോൾ നമ്മൾ ആ പാലത്തിൻ്റെ മുകളിൽ നേരത്തെ കണ്ട ആ പാലത്തിൻ്റെ മുകളിലാണ് സഞ്ചരിക്കുന്നത്. ഇതിൻ്റെ മുകളിൽ നിന്നാലും നമുക്ക് കോട്ടയുടെ ഭാഗങ്ങൾ കാണാം. ഇത് നമ്മ ഇപ്പുറത്തെ സൈഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കോട്ടയുടെ ആ വഴി തുടങ്ങുന്ന ആ ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് മീൻ വളർത്തലൊക്കെ ഉണ്ട് കേട്ടോ. പുഴയിൽ ഇത് മീൻ വളർത്താനായിട്ട് ഇട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുത്ത്. ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകും തോറും പുഴയെന്ന് വന്നിട്ടുള്ള ഒരു പുഴയുടെ മുകളിൽ പണിതിട്ടുള്ള ഒരു ബിൽഡിങ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ബിൽഡിങ്ങിലാണ് അതിൻ്റെ ഓഫീസൊക്കെ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു മുസിരീസിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം നമ്മളിവിടെ ഒരു 10 രൂപ ടിക്കറ്റ് എടുത്താൽ 10 രൂപ കൊടുത്താൽ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്താലേ നമുക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ ഫോൺ നമ്പറും നമ്മുടെ പേരും ഒക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് ആ ടിക്കറ്റ് തരും. അപ്പോൾ അതിൻ്റെ പാതി അവർ കയറിയെടുത്തിട്ട് പാതി നമ്മുടെ കയ്യിൽ തരും. അപ്പോൾ നമ്മൾ ഇനി കോട്ടയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. എൻ്റെ ഫ്രണ്ടിലെ കവാടമാണ് ഈ കാണുന്നത്. ആഹാ, അടിപൊളി. ഇത് നമ്മ ഫസ്റ്റ് കോട്ടയിലേക്ക് പ്രവേശിക്കുന്ന ആകെ ഒരു വാതിൽ ഈ സൈഡിൽ നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കയറുമ്പോൾ തന്നെ കാണുന്ന വിഷ്വലാണിത്. അപ്പോൾ തുടക്കത്തിലേ തന്നെ ഫ്രണ്ടിലൊക്കെ ഉണ്ട് പൊളിഞ്ഞു പോയിട്ടുള്ള കുറേ കല്ലിൻ്റെ പടവുകൾ പോലെയൊക്കെ ഇങ്ങനെ കാണാം. ഇതിൻ്റെയൊക്കെ ബാക്കി ഭാഗങ്ങളൊക്കെ പണ്ട് പൊളിഞ്ഞു പോയിരിക്കുന്നതാണ്. മൊത്തം നല്ല ചെങ്കല്ലാണ്, വലിയ കല്ലുകളാണ്. ഒരുപാട് കല്ലുകൾ വെച്ചിട്ടാണ് പണിതേക്കണത്. നമ്മളിപ്പൊക്കെ പണിയുമ്പോൾ 1-2 കല്ല് വെച്ചിട്ട് വീടൊക്കെ പണിയുന്നത് പോലെയല്ല. ഭയങ്കര ഒരുപാട് കല്ലിങ്ങനെ അടക്കി വെച്ചേക്കാണ്. ഈ സൈഡ് തന്നെയല്ല കേട്ടോ, അതിൻ്റെ ഉള്ളിലേക്കും അങ്ങനെ തന്നെയാണ്. തേച്ചിട്ടൊന്നുമില്ല. ഇപ്പോഴും അന്ന് വെച്ച മണ്ണുകൾ ഇപ്പോഴും ഉണ്ടാ അതിൻ്റെ ഉള്ളിൽ തന്നെ തേച്ച സിമെൻറ്റിന് പകരം വേറെ എന്തൊക്കെയാണ് തോന്നുന്നുണ്ട്. കുമ്മായമാണെന്ന് സംശയമുണ്ട്. ഒരുപാട് മരങ്ങളുണ്ട്. ഈ മരം കാണാൻ എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നി. അപ്പം ഞാനതിൻ്റെ ഒരു വീഡിയോ കൂടി ഞാനെടുത്ത്. ഒരുപാട് വലിയ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നാണ് കേട്ടോ ഇവിടെ. ഇത് നശിച്ചുപോയ പഴയ മരങ്ങളുടെ ബാക്കിയാണെന്ന് തോന്നുന്നു. 2 കടകളിലൂടെ കാണുന്നുണ്ട്. ഇത് ഒരു തുരങ്കപാതയാണെന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഒരു കുഴി പോലെയൊക്കെ കാണാം. ചതുരത്തിലാണ്, പക്ഷേ റൗണ്ട് ഷേപ്പിൽ അതങ്ങനെ ഉണ്ട്. അണ്ടർഗ്രൗണ്ടിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു പാതയായിരുന്നു. ഇത് അടച്ചു വെച്ചിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് അടച്ചേക്കാണ്. മോൾ വശമൊക്കെ ഒന്ന് പൊളിഞ്ഞിട്ടുണ്ട്. ഇത് വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ, പുഴയുടെ അടിയിൽ കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. തൊട്ടിപ്പുറത്ത് തന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുമ്പോൾ തന്നെ തൊട്ടിപ്പുറത്ത് തന്നെ അതുപോലത്തെ ഒരെണ്ണം കൂടി ഉണ്ട്. അതും അടച്ചു വെച്ച രീതിയിൽ തന്നെയാണ് ഉള്ളത്. ഇതിങ്ങനെ ഒരുപാട് ഇങ്ങനെ പൊളിഞ്ഞതൊക്കെ ഉണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. ഇതിൻ്റെ ചുറ്റും നമുക്ക് കുറേ ഇങ്ങനെ കല്ല് വെച്ച് കെട്ടിയ ഇത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ പണിത ഒരു കോട്ടയാണ്. ഇതിനെ ക്രാങ്കന്നൂർ പോർട്ട് എന്നൊക്കെയാണ് പറയുക. മുസിരീസിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ നമ്മളിതിനെ മൊത്തമായിട്ട് പറയുമ്പോൾ മുജിരി പട്ടണം എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഇതിൻ്റെ തന്നെ വ്യാപാരങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കോട്ടപ്പുറം മാർക്കറ്റ് ഇവിടെ നിന്നൊരു 1 കിലോമീറ്ററിനുള്ളിൽ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് വഴി നമുക്ക് ജലപാതകൾ സൗകര്യമുള്ളത് കൊണ്ട് മലബാറിലേക്കും കൊച്ചിയിലേക്കും അറബിക്കടലിലേക്കും തിരുവിതാംകൂറിലേക്കൊക്കെ ജലപാതകൾ ഉള്ളത് കൊണ്ടാണ് കൂടുതലും ഈ ഭാഗത്ത് ഇത് വരാനുള്ള കാരണം. പോർച്ചുഗീസുകാരാണ് അപ്പോൾ ഇത് ഇവിടെ തന്നെ പണിത്. അവർക്ക് ഈ വഴി അവിടേക്കുള്ളതാണ് കേട്ടോ. നമ്മുടെ കോട്ടയിലേക്കുള്ള വഴി ആ ലെഫ്റ്റ് കാണുന്നത്. റൈറ്റ് തിരിയുന്നത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ കോട്ടപ്പുറം
മാർക്കറ്റാണ്. ഇത് അവർക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ അവിടെ ആ കോട്ട പണിതത്. അവർക്ക് ഇവിടെയുള്ള വ്യാപാരങ്ങളും ഇവിടുത്തെ കാര്യങ്ങളും അവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇതിവിടെ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ തന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് കേട്ടോ. ഒരു ചേരമാമ്പറമ്പ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് കുറച്ച് ഒരു 10-700 മീറ്റർ മാറിയിട്ട് അപ്പുറത്തെ സൈഡ് ഞാൻ കാണിച്ചു തരാം. ലാസ്റ്റ് ഞാൻ എൻ്റെ ഒരു വീഡിയോ കാണിച്ചു തരാം. ഇവിടെ ഇപ്പോഴും ആ പഴയ ആയ ഇതിൽ തന്നെയാണ്, അന്നത്തെ ആ ബിൽഡിങ് തന്നെയാണ്. അതിനെ കാണാൻ പറ്റും. തലമുറകളായിട്ട് ചിലപ്പോൾ കച്ചവടക്കാരൊക്കെ മാറിക്കാണും. പക്ഷേ കോട്ടയിലുള്ള കോട്ടപ്പുറത്തുള്ള കടകൾക്കൊക്കെ പഴയ ബിൽഡിങ്ങുകളൊക്കെ ഇപ്പോഴും അതുപോലെ തന്നെയാണ് ഒരുവിധം ഉള്ളത്. അത് കുറേയൊന്നും പൊളിച്ചിട്ടൊന്നുമില്ല, ഇപ്പോഴും അതുപോലെ തന്നെ നിലകൊള്ളുന്നുണ്ട്. ഇത് നമുക്ക് ഇത് കണ്ടില്ലേ, പുഴയോട് ചേർന്ന് നിൽക്കുന്നതുകൊണ്ട് കൂടുതൽ വ്യാപാരങ്ങൾക്ക് അവർക്ക് എളുപ്പമായിരുന്നു ആ കാലത്ത്. അതുകൊണ്ടാണ് ഈ കോട്ട ഇവിടെ ഈ കോട്ടപ്പുറത്ത് തന്നെ വരാൻ കാരണം. ഇപ്പം ഇത് നമുക്ക് കൊടുങ്ങല്ലൂർ ഒരുപാട് ചരിത്രങ്ങൾ നിലകൊള്ളുന്ന ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ ചേരമാമ്പറമ്പ്. ഇതും ഇതിൻ്റെ ഭാഗമാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ഇതാണ് കോട്ടപ്പുറം കോട്ടയും കോട്ടപ്പുറം മാർക്കറ്റും ചേരമാമ്പറമ്പും എന്ന് പറയുന്നത്. ഇത് ഒറ്റ ഒരു ഇതിൽ പെട്ടതാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് വലിയൊരു ഗ്രൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് ഷൂട്ട് ചെയ്തിട്ടില്ല, ഞാൻ ഇത് മാത്രമാണ് കാണിക്കുന്നത് ഇതിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക, സപ്പോർട്ട് ചെയ്യണം. ഇനിയും എന്തെങ്കിലും നല്ല വീഡിയോകൾ എനിക്ക് കിട്ടുകയാണെങ്കിൽ, കണ്ടൻറ്റുകളൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും. പിന്നെ കോട്ടപ്പുറം കോട്ട കാണാത്തവർ വന്ന് കാണണം. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന മണ്ണാണ് കൊടുങ്ങല്ലൂർ. അപ്പോൾ എല്ലാവർക്കും കൊടുങ്ങല്ലൂരിലേക്ക് സ്വാഗതം. വന്ന് കോട്ടപ്പുറം കോട്ട കാണുക. അടുത്ത വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും.